പഠനത്തിന്റെ ഇടവേളകളിൽ കെഎസ്ആർടിസിയെ സഹായിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട് കൊട്ടാരക്കരയിൽ. ബസ്സുകൾ കഴുകിയും സ്റ്റിക്കറുകൾ പതിപ്പിച്ചും ജീവനക്കാർക്ക് സഹായമായി മാറിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി. കെഎസ്ആർടിസി ബസ്സിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു പഴനി യാത്രയാണ് അക്ഷരയെ കെഎസ്ആർടിസിയിലേക്ക് ആകർഷിച്ചത്. അന്നത്തെ യാത്രയിൽ യാത്രക്കാർക്ക് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച സ്നേഹവും കരുതലുമാണ് കെഎസ്ആർടിസിയോട് പ്രിയം കൂടാൻ കാരണമെന്ന് അക്ഷര പറയുന്നു. കൊട്ടാരക്കര കെഎസ്ആർടിസി എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങൾ കൂടാതെ സംസ്ഥാന വ്യാപകമായ കെഎസ്ആർടിസി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും അക്ഷരയ്ക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ആർടിസി ഞങ്ങൾ ഇത്ര ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കെഎസ്ആർടിസിയിൽ ഓരോരോ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ 2018 പ്രളയവും കോവിഡും എല്ലാം അതിന് കെഎസ്ആർടിസിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധയായിരുന്നു. അതിൽ തന്നെ കോവിഡ് കാലഘട്ട സമയത്ത് കെഎസ്ആർടിസിയിലെ സ്വന്തം ജീവൻ പോലും നോക്കാതെ എയർപോർട്ടിൽ പെട്ടവരെ കെഎസ്ആർടിസി സുരക്ഷിതമായി കെഎസ്ആർടിസി ജീവനക്കാർ അവരുടെ ജീവൻ പോലും നോക്കാതെ സുരക്ഷിതമായി എത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റു ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ കെഎസ്ആർടിസിയാണ് ഏറ്റവും മുന്നിൽ നിന്നത്. ജനങ്ങൾക്ക് ആ ഒരു കാലഘട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരമായത് കെഎസ്ആർടിസി ആയിരുന്നു. അതുപോലെ ഒറ്റപ്പെട്ട റൂട്ടുകളിൽ മറ്റു സ്വകാര്യ വാഹനങ്ങൾ പോലും സർവീസുകൾ ഇല്ലാത്ത ഒറ്റപ്പെട്ട റൂട്ടിലേക്ക് ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇപ്പൊ എന്റെ റൂട്ടായാൽ തന്നെ കുറുമ്പാലൂർ എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമാണ് ഞങ്ങളുടെ കെഎസ്ആർടിസി. ആ ഒരു സർവീസ് മാത്രമുള്ള ആ റൂട്ടിലേക്ക്. അതുപോലെ തന്നെ ജീവനക്കാരാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ കെഎസ്ആർടിസി കൊട്ടാരക്കരയിലെ ജീവനക്കാർ എന്ത് പറഞ്ഞാൽ തന്നെ നല്ല സപ്പോർട്ടാണ്. ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ അവരത് ആ ഒരു രീതിക്ക് ഉൾക്കൊണ്ട് നമ്മളുടെ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യും. കെഎസ്ആർടിസി ബസ്സുകളോടുള്ള അക്ഷരയുടെ പ്രിയം വീട്ടുകാരും തിരിച്ചറിഞ്ഞതോടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു. തന്റെ നാട്ടിലേക്കുള്ള ആനക്കോട്ടൂർ കൊട്ടാരക്കര ഓർഡിനറി ബസ്സാണ് അക്ഷരയും കൂട്ടുകാരും ചേർന്ന് കഴുകി വൃത്തിയാക്കുന്നത്. എല്ലാ ദിവസവും ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ മാലയിടുകയും ഗ്ലാസ് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്ഷരയും കൂട്ടുകാരുമാണെന്ന് ബസ് ഡ്രൈവർ പറയുന്നു. വന്ന് ഈ വണ്ടിയെല്ലാം നല്ല ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റിബണും ബലൂണും ഒക്കെ മറ്റേ ആ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മോശമാകുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഒന്ന് മാറി അത് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇത് പോകുമ്പോൾ ഇവരുടെ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് എൻ്റെ ഉൾപ്പെടെ വീഡിയോ എടുക്കുകയും അത് വാച്ച് ചെയ്യും. അത് ക്ലീനാണെന്ന് ബസ് ഇടയ്ക്ക് ക്ലീനാണെന്നൊക്കെ വന്ന് നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മിക്ക സമയങ്ങളിൽ ഈ മോള് ഈ ബസ്സിലാണ്, ഈ ബസ്സിന്റെ കൂടെയാണ് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. പുത്തൂർ ആനക്കൂട്ടൂർ റൂട്ടിലോടുന്ന ഈ ഓർഡിനറി ബസ്സിലെ സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള നവമാധ്യമ കൂട്ടായ്മയും സജീവമാണ്. +2 പഠനത്തിനിടയിലും കെഎസ്ആർടിസിയിൽ തന്നെ സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അക്ഷരയ്ക്കും കൂട്ടുകാർക്കും. ന്യൂസ് 18 കൊട്ടാരക്കര.